അരവിന്ദ് കെജ്രിവാളിന്റെ ഹർജിയിൽ സുപ്രീം കോടതി ഇന്ന് വാദം കേൾക്കും. 3 അംഗ ബെഞ്ച് ഉച്ചയ്ക്ക് ശേഷം ഹർജി പരിഗണിക്കും. നോബൽ മാരിക്കാരൻ വിശദാംശങ്ങളുമായി. നോബൽ, വളരെ സുപ്രധാനമായ കോടതി നടപടികൾ നടക്കുകയാണ്. അതേസമയം തന്നെ പ്രതിഷേധ പരിപാടികൾ ദില്ലിയിലെ നിരത്തുകളിലെല്ലാം തന്നെ കാണാവുന്നതാണ്. എങ്ങനെയാണ് സമരം പുരോഗമിക്കുന്നത്? എത്ര കണ്ട് പ്രക്ഷുബ്ധമാണ് ഡൽഹി? മറുവശത്ത് റോഡിൽ വലിയ പ്രതിഷേധമാണ് ആം ആദ്മി പാർട്ടിയുടെ ഭാഗത്ത് നടക്കുന്നത്. ഇതിപ്പോൾ ഏറെക്കുറെ 8ാമത്തെ ബസ്സിലാണ് ആം ആദ്മി നേതാക്കളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത്. വനിതകളെ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്ത കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഒരു വശത്ത് ഈ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് നിയമ പോരാട്ടം നടക്കുമ്പോൾ മറുവശത്ത് റോഡിൽ വലിയ പ്രതിഷേധമാണ് ആം ആദ്മി പാർട്ടിയുടെ ഭാഗത്ത് നടക്കുന്നത്. ഇതിപ്പോൾ ഏറെക്കുറെ 8ാമത്തെ ബസ്സിലാണ് ആം ആദ്മി നേതാക്കളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത്. വനിതകളെ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്യുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. വലിയ പ്രതിഷേധമായിരുന്നു ഇന്നിപ്പോൾ ആദ്യം രാവിലെ ആം ആദ്മിയുടെ ദേശീയ ആസ്ഥാനത്തും അതിന് പിന്നാലെ അതുമായി ബന്ധപ്പെട്ട് തൊട്ടടുത്തുള്ള ITOയിലേക്കും എത്തിയത്. പ്രതിഷേധക്കാർക്കൊപ്പം തന്നെ മന്ത്രിമാർ ഉൾപ്പെടെ ഉള്ളവർ ഉണ്ടായിരുന്നു. ആ മന്ത്രിമാരുടെ ഉൾപ്പെടെ പ്രതിഷേധമാണ് കണ്ടത്. അതിഷി മർലേന, സൗരഭ് ഭരദ്വാജ് അടക്കമുള്ളവരെ ഇന്നിപ്പോൾ പോലീസ് ഇതോടൊപ്പം തന്നെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. മറ്റു മന്ത്രിമാർ, MLA മാർ ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്യുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. വലിയ പ്രതിഷേധം ഇപ്പോഴും ഇവിടെ തുടരുകയാണ്. വലിയ പ്രതിഷേധക്കാരുടെ നില തന്നെ ഉണ്ടായിരുന്നു. കാരണം നിരവധി പ്രതിഷേധക്കാരാണ് ഇവിടെ എല്ലായിടത്തും പ്രതിഷേധവുമായി എത്തിയത്. അത്തരത്തിൽ പ്രതിഷേധം लोकतंत्र की हत्या हो रही है। मोदी पुलिस को आगे कर रहा है। ये देखो, हम अपने कार्यालय पर जा रहे थे, कार्यालय पर नहीं जाने दे रहे, शांतिपूर्वक हम प्रदर्शन कर रहे थे, वो नहीं करने दे रहे। ये तानाशाही है, पुलिस के दम पर सरकार चला रहे हैं। ऐसा है तो भिड़कर दिखाए, सामने आए। ठीक, നേതാക്കളെയും പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയാണ്. നിരവധി ബസ്സുകൾ, ഏകദേശം 9 വരുന്ന ബസ്സുകളിൽ ഇതുവരെ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിട്ടുണ്ട്. കൂടുതൽ പ്രവർത്തകർ പലയിടത്തായി കാഴ്ചക്കൂടി നിൽക്കുകയും ചെയ്യുന്നുണ്ട്. പലരെയും ഇപ്പോഴും അറസ്റ്റ് ചെയ്തുകൊണ്ട് വരികയും ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ വലിയ പ്രതിഷേധത്തിനാണ് ഇന്ന് ദില്ലി നഗരം സാക്ഷിയായത്. നമ്മൾ ഈ കാണുന്ന ITO ഇത്രയും നേരം പൂർണ്ണമായി സ്തംഭിച്ചിരിക്കുകയായിരുന്നു. ഇപ്പോഴാണ് ചെറിയ തോതിലെങ്കിലും പ്രവർത്തകരെ ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് മാറ്റിക്കൊണ്ട് ഗതാഗതം ഒന്ന് പുനഃസ്ഥാപിച്ചിരിക്കുന്നത്. പക്ഷേ അപ്പോഴും പ്രവർത്തകരെയൊക്കെ ഇപ്പോഴും നമുക്ക് ദൂരെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയും. പലയിടത്തായി പ്രതിഷേധിച്ച ആളുകളെ ഇപ്പോഴും അറസ്റ്റ് ചെയ്തുകൊണ്ട് വരികയാണ്. പ്രവർത്തകരുടെ ഒരു വലിയ പ്രതിഷേധം ഇപ്പോഴും നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. അത്തരത്തിൽ പ്രതിഷേധങ്ങൾ പല ഘട്ടങ്ങളിലായാണ് ഇങ്ങോട്ട് എത്തുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ आम आदमी पार्टी जिंदाबाद। सर, यही कहना चाहते हैं, जो झूठे आरोप केंद्र सरकार हमारे अरविंद केजरीवाल जी पे लगा रही है, ये सारे नाजायज है और ये मोदी जी की तानाशाही चल रही है, गैर कानूनी कार्रवाई चल रही है। കാട്ടുനീതിയാണ് നടക്കുന്നത് എന്നാണ് നേതാക്കൾ, പ്രവർത്തകർ ഒക്കെ പറയുന്നത്. വനിതകളെ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്തു പോകുന്നു. केजरीवाल, मैं भी केजरीवाल, कहाँ तक क्या करोगे? मोदी ने पूरी आम आदमी पार्टी को निष्ठा लागू करने के लिए ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. കൂടുതൽ ആളുകളെ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്ത് വരുന്നുണ്ട്. വലിയ സംഘർഷം ഇപ്പോഴും പലയിടത്തും ദില്ലിയിൽ ഉണ്ടാകുന്നുണ്ട് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനിടയിലാണ് പലർക്കും പരിക്കേൽക്കുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം പലരെയും വലിച്ചിഴച്ചുകൊണ്ടൊക്കെയായിരുന്നു പോയത്. അത്തരത്തിൽ വലിയ പ്രതിഷേധമാണ് ദില്ലി നഗരത്തിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കെജ്രിവാളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കെജ്രിവാളിനെ ഇന്നിപ്പോൾ കോടതിയിൽ 2 മണിക്ക് ഹാജരാക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോഴേക്കും കൂടുതൽ പ്രതിഷേധം കൊണ്ടുവരാനുള്ള പ്രതിഷേധം തുടരാനും ഒക്കെയാണ് തീരുമാനം എന്ന് നമ്മൾ അറിയുന്നു. പ്രധാനപ്പെട്ട മന്ത്രിമാർ, അതോടൊപ്പം MLA മാരൊക്കെ ഇതിനോടകം തന്നെ പോലീസിന്റെ കസ്റ്റഡിയിൽ ആയിട്ടുണ്ട്. കൂടുതൽ പോലീസിനെയും ഒപ്പം അർദ്ധസൈനികരെയും ഉൾപ്പെടെ ദില്ലിയിലെ വിവിധ ഭാഗങ്ങളിൽ ഇറക്കിയിട്ടുണ്ട്. അവർ ഇതോടെ തന്നെ ദില്ലിയിലെ വിവിധ ഭാഗങ്ങളിൽ വിന്യസിച്ചിട്ടുണ്ട് എന്ന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. എന്താണെങ്കിലും ദില്ലിയിൽ ഇന്ന് കണ്ടത് വലിയ പ്രതിഷേധമാണ്. ഈ പ്രതിഷേധം വരും മണിക്കൂറിൽ ഇതേപടി തുടരാൻ ആം ആദ്മി പാർട്ടിയുടെ തീരുമാനം. പഞ്ചാബിൽ നിന്നുൾപ്പെടെ മന്ത്രിമാർ എത്തിയാൽ പ്രതിഷേധിച്ചു എന്നും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ദില്ലിയിൽ പ്രതിഷേധ സമരം തുടരുകയാണ്. ആം ആദ്മി പാർട്ടിയുടെ നേതൃത്വത്തിലാണ്. മന്ത്രിമാരടക്കമുള്ളവരെ ഇതിനകം തന്നെ ലഫ്റ്റനന്റ് ജനറലിൻ്റെ അധികാരമുള്ള പോലീസ് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോഴും പ്രവർത്തകരെ, നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ, ആം ആദ്മി പാർട്ടി പ്രവർത്തകരെ പോലീസ് വാനിൽ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. കോടതിയിൽ വളരെ നാടകീയമായ രംഗങ്ങളാണ് നടന്നിട്ടുള്ളത്. 1ാം കോടതിയിൽ, സുപ്രീം കോടതിയിൽ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിന് മുമ്പാകെ രാവിലെ 10:30 വിഷയം അഭിഷേക് മനു സിംഗ്വി മെൻഷൻ ചെയ്തുവെങ്കിലും ചീഫ് ജസ്റ്റിസിൻ്റെ ബെഞ്ച് 2ാം കോടതിയിലേക്ക് പോകാനാണ് ആവശ്യപ്പെട്ടത്. 2ാം കോടതി